J.comന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞു നിർത്തിയത്. എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ചെറിയ രണ്ട് തിയറികൾ പറയാം, അതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലവും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് അസറ്റ് അക്വയർഡ് ഓൺ ഓർ ബിഫോർ 1/4/2001 എന്ന് 1/4/2001 അതിന് മുന്നെയോ വാങ്ങിയ ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കാണാം. ഷോർട്ട് ടൈം ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും നെറ്റ് കൺസിഡറേഷനിൽ നിന്നും അഥവാ നെറ്റ് സെയിൽ പ്രൈസ് വിറ്റപ്പ കിട്ടിയ വിലയിൽ നിന്നും മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് അതിനുശേഷം കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കോസ്റ്റ് ഓഫ് പർച്ചേസ് അഥവാ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയും. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്, വാങ്ങിയ വില കുറക്കണം, വാങ്ങിയ വില കുറക്കാം, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കുറക്കാം, അതിന് ശേഷം കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ. ഇനി അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലോ എപ്പോഴാണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആവുക? 36 മാസമോ അതിൽ കൂടുതൽ, അതോ 3 വർഷത്തിൽ കൂടുതൽ ഒരാൾ ഒരു അസറ്റ് കൈവശം വെച്ചിട്ടാണ് വിൽക്കുന്നത് എങ്കിൽ അതിനെ ലോങ് ടൈം എന്ന് വിളിക്കും. ഷെയറുകളാണെങ്കിൽ 1 മാസം മതി. ലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ 1 മാസം കയ്യിൽ പിടിച്ചാൽ അതിനെ ലോങ് ടൈം എന്ന് വിളിക്കും. എങ്ങനെ ലോങ് ടൈം കളിക്കുക? നെറ്റ് കൺസിഡറേഷൻ അഥവാ വിറ്റപ്പ കിട്ടിയ വിലയിൽ നിന്നും ബ്രോക്കറേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറക്കാം, വിൽക്കുന്ന സമയത്തുണ്ടായ ചെലവുകൾ കുറക്കാം, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കണം, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കണം, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കുറക്കണം, അതിനുശേഷം കിട്ടുന്നതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുക നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നു ഒരു അസറ്റ് ഒരു വ്യക്തി അക്വയർ ചെയ്യുന്നത് അഥവാ വാങ്ങുന്നത് 1/4/2001 മുന്നേ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ്? അതിൽ പറയുന്നുണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ്. കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2001 മുന്നേ 2000 വാങ്ങിയതാണെങ്കിൽ 2000 വാങ്ങിയുണ്ടായപ്പോ ചെലവ് ഓർ FMV ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് ഓൺ 1st April 2001. 1st April 2001 അതിന്റെ FMV ഏതാണോ, വിച്ച് എവർ ഈസ് ഹയർ, അതിൽ ഏതാണോ വലുത് അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പൊ ഒരു വ്യക്തി 1/4/2000 ഓൺ ഓർ ബിഫോർ 1/4/2001 1/4/2001 മുന്നേ വാങ്ങിയതാണ് എന്നുണ്ടെങ്കിൽ അത് വാങ്ങിയ ചെലവ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/4/2001 അതിന്റെ FMV റേറ്റ് എത്രയാണോ അല്ലെങ്കിൽ അത് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ചെലവ് എത്രയാണോ ഏതാണോ അതിൽ വലുത് അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. പിന്നെ പറയുന്നു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ ബോണസ് ഷെയർ. ബോണസ് ഷെയറുകളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്, 0 ആണ്. അപ്പോ ബോണസ് ഷെയർ ആണ് ഒരാൾ വിറ്റതെങ്കിൽ ആ വിറ്റ വിലക്ക് അയാൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. എന്തില്ല? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. കാരണം ബോണസ് ഷെയറുകൾ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കമ്പനി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. കസ്റ്റമേഴ്സിനല്ല, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നതാണ് ബോണസ് ഷെയർസ്. അപ്പൊ അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്ര രൂപക്കാണോ വിറ്റത് അത്തരം രൂപക്ക് അതിന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. അപ്പോൾ ബോണസ് ഷെയറിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. അസറ്റുകളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1/4/2001 മുന്നേ വാങ്ങിയതാണെങ്കിൽ 1/4/2001 FMV എത്രയാണോ അല്ലെങ്കിൽ അത് വാങ്ങിയപ്പോഴത്തെ ചെലവ് എത്രയാണോ അതിൽ വലുത് ഏതാണ് അതായിരിക്കും അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ സുന്ദർ സോൾഡ് ആൻ അസറ്റ് ഓൺ 15/8/2019. സുന്ദർ എന്ന് പറയുന്ന ആൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഇൻകം ടാക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 15/8/2019 അതിന്റെ അന്നത്തെ CII കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമ്മൾ പറഞ്ഞ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണമെന്നുണ്ടെങ്കിൽ വാങ്ങിയ വില ഇൻറ്റു വിറ്റ സമയത്തെ CII ഡിവൈഡ് ബൈ വാങ്ങിയ വർഷത്തെ CII എന്ന് പറയുന്നുണ്ട്. CII 289 ആണ്. അതായത് നമ്മളെ പ്രീവിയസ് ഇയറിന്റെ ഉള്ളിൽ, നമ്മളെ പ്രീവിയസ് ഇയർ എന്ന 1/4/2019 മുതൽ 31/3/2020 അതിന്റെ ഇടയിൽ അദ്ദേഹം അത് വിറ്റു. അന്നത്തെ CII ഈ വർഷത്തെ CII 289 ആണ്. വിറ്റത് 94,500 രൂപക്കാണ്. അപ്പൊ നെറ്റ് കൺസിഡറേഷൻ 94,500 ആണ് വിറ്റ വില. ദ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ദി അസറ്റ് വാങ്ങിയത്
അതിന്റെ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ദി അസറ്റ് പർച്ചേസ്ഡ് ഓൺ 11/2/1978 എന്ന് വാങ്ങിയതാ 1978 11 2-ാം മാസത്തിന് വാങ്ങിയതാണ്. അപ്പൊ 2001 മുന്നേ വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ അതിന്റെ ചില 20,000 രൂപയെന്ന് വാങ്ങിയപ്പോൾ ദെൻ ദ FMV ഓഫ് ദി സെയിം 1/4/2001 അന്നത്തെ CII 100 2001-2 മുതലാണ് CIIന്റെ ഫസ്റ്റ് ഇൻഡെക്സ് തുടങ്ങുന്നത്. CIIന്റെ ഇൻഡെക്സ് നമ്പർ തുടങ്ങുന്നത് തന്നെ 2001-2002 അന്ന് 100. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേ ഉള്ളൂ 2002 2003 2004 അങ്ങോട്ടേ ഉള്ളൂ. അങ്ങോട്ട് ബാക്ക് CII ഇല്ല. ഓക്കെ, അപ്പൊ 2001-2002 മുന്നേ 2002 മുന്നെയാണ് എന്നുണ്ടെങ്കിൽ അക്വയർ ചെയ്തത് എന്നുണ്ടെങ്കിൽ CII എടുക്കേണ്ടത് 100. ഓക്കെ, അപ്പൊ 2001 FMV എന്ന് പറയുന്നതും 20,000. വാങ്ങി അന്ന് 972 വാങ്ങിയപ്പോൾ 20,000 അതിന്റെ ചെലവ്. FMV 20,000. ഓക്കെ, എന്ന് ക്യാപിറ്റൽ ഗെയിൻ കാണാനാ പറയുന്നത്. അപ്പൊ അസറ്റ് അക്വയർ ചെയ്ത് അപ്പൊ നമുക്ക് ആദ്യം എന്ത് കാണണം? കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാണണം. കാരണം എന്താ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാണൽ നിർബന്ധമാണ്. കാരണം അസറ്റ് അക്വയേർഡ്, അസറ്റ് വാങ്ങിയത്, അക്വയർ ചെയ്യാൻ വാങ്ങിയത് അക്വയേർഡ് ബിഫോർ 1/4/2001 1/4/2001 മുന്നെയാണ് അസറ്റ് അക്വയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വസിഷൻ കാണണം. എന്താ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്രയാ? വാങ്ങിയപ്പോൾ ഉണ്ടായ വില 1978 വാങ്ങിയപ്പോൾ 20,000. കോസ്റ്റ് ഓഫ് അക്വസിഷൻ 20,000 ഓർ FMV ഓൺ 1/4/2001 1/4/2001 FMV ഇവിടെ പറയുന്നുണ്ട്. ദ FMV ഓഫ് ദി സെയിം 1/4/2001 വാസ് 20,000. അതും 20,000 ആണ്. അതിന് ഏതെടുക്കണം എന്നാ പറഞ്ഞുള്ളത്? വിച്ച് എവർ ഈസ് ഹയർ. ഇതിൽ വലുത് ഏതാണോ അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. വലുത് ഏതാ? 20,000 തന്നെയാണ്. അപ്പൊ 20,000 തന്നെയാണ് വലുത്. 20,000 തന്നെയാണ് വലുത്. അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 20,000 എന്ന് കിട്ടി. ഇനി നമുക്ക് എഴുതാം, ഹെഡിങ് എഴുതാം. എന്ത്? കമ്പ്യൂട്ടേഷൻ ഓഫ്. അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയെന്ന് മനസ്സിലായി, എഴുതി വെക്കുക. നമുക്ക് എഴുതാം ഇനി എന്ത്? ഹെഡിങ് എഴുതാം. എന്താ ഹെഡിങ്? കമ്പ്യൂട്ടേഷൻ ഓഫ്. ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? കമ്പ്യൂട്ടേഷൻ ഓഫ്. ഇത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ? എപ്പോഴാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കാം? ഷെയർ അല്ലാത്തതിൻ്റെ ഒക്കെ 36 മാസമോ അതിൽ കൂടുതലോ, അഥവാ 3 വർഷമോ അതിൽ കൂടുതലോ അസറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് വിൽക്കുന്നതെങ്കിൽ 1978 വാങ്ങിയ ഒരു അസറ്റ് വിൽക്കുന്നത് 2019 3 വർഷം അതിന്റെ അപ്രൂവ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് അസറ്റാ? ലോങ് ടേം അസറ്റ് ആണ്. ലോങ് ടേം അസറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് വിളിക്കും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദി പ്രീവിയസ് ഇയർ 2019-2020. ഓക്കെ, ലോങ് ടേം ആണെങ്കിൽ ലോങ് ടേം എന്ന് എഴുതണം, ഷോർട്ട് ടേം ആണെങ്കിൽ ഷോർട്ട് ടേം എന്ന് എഴുതണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കണ്ടു. 1/4/2001 മുന്നേ വാങ്ങിയ അസറ്റ് ആയതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ കണ്ടത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ FMV 1/4/2001 അതിൽ ഏതാണോ വലുത് അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാ കാണുക എന്നുള്ളത് നമ്മളൊരു ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. എങ്ങനെയാ കാണുക? നെറ്റ് കൺസിഡറേഷൻ എടുക്കുക. നെറ്റ് കൺസിഡറേഷൻ എങ്ങനെയാ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? സെയിൽസ് പ്രൈസിൽ നിന്നും സെയിൽ ചെയ്യുന്ന സമയത്ത് വല്ല ചെലവ്, ബ്രോക്കറേജ് പോലത്തെ ചെലവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറക്കാമെന്ന് പറഞ്ഞു. ഇവിടെ സെയിൽ പ്രൈസ് എത്രയാ അവിടെ പറയുന്നുണ്ട്? 15/8/2019 94,500 രൂപക്ക് അസറ്റ് വിറ്റു. അപ്പൊ നെറ്റ് കൺസിഡറേഷൻ 94,500 ആണ്. വല്ല ചെലവും അതിലുണ്ടായിട്ടുണ്ടോ? ബ്രോക്കറേജ്, കമ്മീഷൻ അങ്ങനെയുള്ള വല്ല ചെലവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നെറ്റ് കൺസിഡറേഷൻ എത്രയാണ്? 94,500 ആണ്. 94,500. ഇനി ഇതിന് എന്ത് കുറക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? ലെസ്. പറഞ്ഞോളൂ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ലോങ് ടേം ആയതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷനെ ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എങ്ങനെയാ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു എന്താ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കണ്ടെത്തി മുകളിൽ 20,000 ആണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. വാങ്ങിയപ്പോഴുള്ള ചെലവ്
ഇൻറ്റു CII ഓഫ് ദി ഇയർ ഇൻ വിച്ച് അസറ്റ് ഈസ് സോൾഡ് എന്ന്. അസറ്റ് എന്നാണോ വിറ്റത് ആ വർഷത്തെ CII. അസറ്റ് വിറ്റത് 2019 ആണ്, അന്നത്തെ CII 289 ആണെന്ന് പറയുന്നുണ്ട്. CIIന്റെ ഒരു ടേബിൾ ഉണ്ട്, അത് നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ ഡൗൺലോഡ് ചെയ്യുക. 289 ഡിവൈഡഡ് ബൈ എന്താ പറഞ്ഞത്, CII ഇൻ വിച്ച് ദ ഇയർ അസറ്റ് പർച്ചേസ്ഡ് അല്ലെങ്കിൽ അസറ്റ് അക്വയർഡ്. അസറ്റ് എന്നാണോ വാങ്ങിയത് ആ വർഷത്തെ CII. അസറ്റ് എന്നാ വാങ്ങിയത് 1978. 1978 CII ഇപ്പൊ നിലവിലില്ല. ഫസ്റ്റ് എവിടുന്ന തുടങ്ങുന്നുള്ളൂ, 2001 2002 തുടങ്ങുന്നുള്ളൂ. അപ്പൊ നമ്മൾ FMV അനുസരിച്ചാണ് എന്ത് കണ്ടെത്തിയത്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെയാണ് 2001 മുന്നേ അസറ്റ് വാങ്ങിയതാണെങ്കിൽ അസറ്റ് വാങ്ങിയ CII നിങ്ങൾ എഴുതേണ്ടത് 100 ആണ്. 2001 മുന്നേ വാങ്ങിയ 1/4/2001 മുന്നേ വാങ്ങിയ അസറ്റ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങിയ അവിടുത്തെ CII എഴുതേണ്ടത് 100 ആണ്. ഓക്കെ, അപ്പൊ 20,000 × 289 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? അത് ചെയ്ത് നോക്കുമ്പോൾ 57,800 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് എന്ത് കുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ്, പറഞ്ഞോളൂ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഈ അസറ്റിന്റെ മേലിൽ വല്ല ഇംപ്രൂവ്മെന്റും അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അതില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം. 94,500 നിന്നും 57,800 കുറച്ചാൽ 36,700. ലാഭവും നഷ്ടവും കിട്ടട്ടെ. ക്യാപിറ്റൽ ഗെയിനിലും ലാഭവും നഷ്ടവും ഉണ്ട്. ഇപ്പൊ കിട്ടിയത് ലാഭമാണ്, അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് എഴുതാം. നഷ്ടമാണെങ്കിൽ എന്ത് എഴുതണം, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ച 4 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2020 അവസാനിക്കുന്ന വർഷത്തിൽ, അഥവാ നമ്മുടെ ഈ പ്രീവിയസ് ഇയറിൽ മിസ്റ്റർ ശശി സോൾഡ് ദ ഫോളോയിങ്. താഴെ പറയുന്ന ശശി എന്ന് പറയുന്ന ആളെന്ന് താഴെ പറയുന്ന അസറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. 1, ഷോപ്പ് പർച്ചേസ്ഡ് ഇൻ 2007-8. ഷോപ്പ് 2007-2008 അന്നത്തെ CII 129 ആണ്. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് CII 129 ആണ്. അയാൾ 26,600 അത് വാങ്ങി. ആൻഡ് സോൾഡ് ഇറ്റ്, അത് സോൾഡ് ചെയ്ത് എത്ര രൂപക്ക്, 3,50,000 രൂപക്ക് നമ്മളെ 2019 നമ്മളെ പ്രീവിയസ് ഇയറിൽ സോൾഡ് ചെയ്തു. ഓക്കെ, അന്നത്തെ CII 289 ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയ CII 289 ആണ്. നമ്മൾ ഇപ്പോഴത്തെ CII 289 ആണ്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അഗ്രികൾച്ചർ ലാൻഡ് ആഗ്രയിലുള്ളത് 99-2000 കാലഘട്ടം, 2001 മുന്നേ ആയി. അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, വാങ്ങിയത് അന്ന് 10,000 രൂപക്ക് വാങ്ങി. 1/4/2001 അതിന്റെ FMV 65,000 രൂപയാണ്. അപ്പൊ ഏതാണോ വലുത് അതാണ് എടുക്കേണ്ടത്. സോൾഡ് ഫോർ 1,20,000, അത് വിറ്റ് എത്ര രൂപക്കാ, 1,20,000. ക്യാപിറ്റൽ ഗെയിൻ കാണാനാണ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും ലോങ് ടേം ആണ്. കാരണം ഒന്ന് 2007-8 വാങ്ങി, വിൽക്കുന്നത് 19-20 അപ്പോൾ 3 വർഷത്തിൽ കൂടുതലുണ്ട് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും ലോങ് ടേം ആണ്. അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങുന്നത് 99-2000 വിൽക്കുന്നത് 2019-20 10 വർഷമായി. അതും ലോങ് ടേം ആണ്. ഓക്കെ, ലോങ് ടേം വേറെ കാണണം, ഷോർട്ട് ടേം വേറെ കാണണം. രണ്ടും ലോങ് ടേം ആയതുകൊണ്ട് രണ്ടും ഒന്നിൽ തന്നെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് long-term capital gain for the previous year 2019-20. ഓക്കെ, നമുക്ക് ആദ്യം ഷോപ്പിൻ്റെ ചെയ്യാം. ഷോപ്പ് രണ്ട് ലോങ് ടേം ആണ്. ഷോപ്പിൻ്റെ ചെയ്യാം. ഷോപ്പിൻ്റെ നെറ്റ് കൺസിഡറേഷൻ എത്രയാണ്, അതെന്ത് ചെയ്യണം, നെറ്റ് കൺസിഡറേഷൻ എത്രയാണ്. നെറ്റ് കൺസിഡറേഷൻ കാണുമ്പോൾ വിറ്റ വിലയിൽ നിന്നും നമുക്കുണ്ടായ ചെലവ്, ബ്രോക്കറേജ്, കമ്മീഷൻ പോലെയുള്ളത് കുറക്കാം. നെറ്റ് കൺസിഡറേഷൻ എത്ര, വിറ്റപ്പോൾ എത്ര രൂപക്കാണ് വിറ്റത്, ഫോർ 26. ഷോപ്പ് പർച്ചേസ് ചെയ്തത് 26,600 രൂപക്ക്, സോൾഡ് ചെയ്തത് 3,50,000 രൂപക്കാണ്. അപ്പോൾ 3,50,000. ഇനി ലെസ് ഇതിന് എന്ത് കുറക്കണം, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ത് കുറക്കാം, ലോങ് ടേം ആയതുകൊണ്ട് ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഷോർട്ട് ടേം ആണെങ്കിൽ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. വാങ്ങിയപ്പോഴുള്ള വില എത്രയാ, 2007-2008 വാങ്ങിയപ്പോൾ 26,600. 2001 മുകളിൽ
മുന്നേ വാങ്ങിയതാണെങ്കിൽ നമ്മളത് വേറെ രീതിയിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണം. 26,600 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? CAI ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. എന്നാണോ അസറ്റ് സോൾഡ് ചെയ്തത് ആ വർഷത്തെ CAI. അസറ്റ് സോൾഡ് ചെയ്തത് എന്നാണ്? 289. ആ വർഷം വിറ്റ വർഷത്തെ CAI 289 ഡിവൈഡ് വാങ്ങിയ വർഷത്തെ CAI. വാങ്ങിയ വർഷത്തെ CAI 129. 289 ഡിവൈഡ് ബൈ 129. അപ്പൊ എത്ര കിട്ടും? അത് ചെയ്താൽ 59,592 എന്ന് കിട്ടും. 59,592. കുറക്കാം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? അല്ല, ഇംപ്രൂവ്മെന്റ് അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട്, ഷോപ്പിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇല്ല. അപ്പൊ ചെയ്താൽ എത്ര കിട്ടും? 2,90,408 എന്ന് കിട്ടും. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ നമുക്ക് ചെയ്യാം. എന്താ? അഗ്രികൾച്ചറൽ ലാൻഡ്. നമ്മൾ പറഞ്ഞിരുന്നു, എക്സംഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അഗ്രികൾച്ചറൽ ലാൻഡ് ഇന്ന ഏരിയയിൽ പെട്ടതാണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞിരുന്നു. അത് വിറ്റ് കിട്ടിയ ക്യാപിറ്റൽ അസറ്റിൽ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനത്തെ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ പ്രത്യേകം പറയും. ഓക്കെ. അല്ലാത്ത അഗ്രികൾച്ചറൽ ലാൻഡിലൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പൊ അഗ്രികൾച്ചറൽ ലാൻഡ് അപ്പൊ ആഗ്രയിൽ പർച്ചേസ് ചെയ്തത് വർഷം 99,2000 ആണ്. 99,2000 ആയതുകൊണ്ട് 2001 മുന്നേ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കാണണം. എങ്ങനെയാ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണുക? അപ്പൊ അതിന്റെ താഴെ എഴുതിക്കോളാം. NB എന്നിട്ട് നോട്ട് നേരിട്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. കാരണം എന്താ? അഗ്രികൾച്ചറൽ ലാൻഡിന് കാണാൻ കാരണം എന്താ? 1/4/2001 മുന്നേ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ കാണാ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാന്ന് നോക്കുക. അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിയ വില അവിടെ പറയുന്നുണ്ട്. എത്ര? 99,2000 അത് വാങ്ങിയത് 10,000 രൂപക്കാണ്. അപ്പൊ അന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10,000. ഓർ FMV ഓൺ 1/4/2001 FMV 1/4/2001 FMV പറയുന്നുണ്ട്. FMV 1/4/2001 65,000 ആണെന്ന് പറയുന്നുണ്ട്. 65,000. ഇതിൽ ഏതെടുക്കുക? 65,000. വിച്ച് എവർ ഈസ് ഹയർ. ഏതാണോ വലുത് അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. വിച്ച് എവർ ഈസ് ഹയർ. എത്രയാ വലുത്? 65,000. അപ്പൊ അഗ്രികൾച്ചറൽ ലാൻഡിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? 65,000 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. നെറ്റ് കൺസിഡറേഷൻ. അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റപ്പ് കിട്ടിയത് നെറ്റ് കൺസിഡറേഷൻ. നെറ്റ് കൺസിഡറേഷനിൽ നിന്നും വിറ്റപ്പ് കിട്ടിയ വിലയിൽ നിന്നും നമുക്ക് ബ്രോക്കറേജ് കമ്മീഷൻ ഉണ്ടെങ്കിൽ കുറക്കാം. അത് ഇവിടെ ഉണ്ടോ? ഇല്ല. അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തത് 10,000 രൂപക്ക്, വിറ്റത് 1,20,000 രൂപക്കാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോൾഡ് ഫോർ 1,20,000. അപ്പൊ നമുക്ക് ഇവിടെ ഏതാ? നെറ്റ് കൺസിഡറേഷൻ 1,20,000 ലെസ്. ഇതെന്ത് കുറക്കാം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എന്ത് കുറക്കാം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അക്വിസിഷന്റെ എമൗണ്ട് കോസ്റ്റ് എത്രയാന്ന് അപ്പൊ നമ്മൾ കണ്ടെത്തി. എത്രയാ? 65,000. 65,000 ഇൻറ്റു എങ്ങനെ ഇൻഡെക്സ് ചെയ്യാം? 65,000 ഇൻറ്റു CAI ഓഫ് ദി അസറ്റ് സോൾഡ്. അസറ്റ് സോൾഡ് ചെയ്ത വർഷം അന്നത്തെ CAI 289. വാങ്ങിയ അന്നത്തെ CAI 2001 മുന്നേ ആയതുകൊണ്ട് വാങ്ങിയ അന്നത്തെ CAI 100 എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ 65,000 ഇൻറ്റു 289 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 1,87,850 എന്ന് കിട്ടും. 1,87,850 എന്ന് കിട്ടും. 1,20,000 1,87,850 കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുക 67,880 എന്ന് കിട്ടും. 67,850 എന്ന് കിട്ടും. ഇത് മൈനസ് ഫിഗർ ആണ് കിട്ടുക. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കാം. LTCL, ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ഇങ്ങനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാണാം. പറഞ്ഞത് മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1/4/2001 മുന്നേ വാങ്ങിയ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ FMV ആസ് ഓൾ 1/4/2001 വിച്ച് എവർ ഈസ് ഹയർ എന്നുള്ളതാണ്. ബോണസ് ഷെയറിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലു ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ക്യാപിറ്റൽ ഗെയിൻ. ഇത്തരം കാര്യങ്ങൾ ഈ പറയുന്ന നോട്ടുകൾ, ചെറിയ ചെറിയ തിയറികൾ നിങ്ങൾ നോട്ട്ബുക്കിൽ നല്ല രീതിയിൽ എഴുതി വെക്കുക. പിന്നീട് കാണുന്ന രീതിയിൽ എഴുതി വെക്കുക.